ഈശോയ്ക്കും മാതാവിനും പ്രത്യേകം നന്ദി. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ തലയിലപ്പറമ്പിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2024 സെപ്റ്റംബർ 28-നാണ്. ഞാനന്നൊരു ജർമ്മൻ സ്റ്റുഡൻ്റ് ആയിരുന്നു അതിനു മുന്നേ. പക്ഷെ ഞാനൊരു 4-5 പ്രാവശ്യം എക്സാം എഴുതി, ഞാൻ പാസ്സായിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇരിക്കുകയാണ്. ഇത്രയും പ്രാവശ്യം എക്സാം എഴുതിയിട്ട് തന്നെ ഒരുപാട് കോസ്റ്റായി. അപ്പോൾ എൻ്റെ അമ്മയുടെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, നീ കൃപാസനം ഉണ്ട്, പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്, എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരാതിരിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ജോർജിയ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എനിക്ക് അതിന് നല്ല കോസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ വീട്ടിലങ്ങനെ വലിയ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പോകാനൊരു പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പുറത്തു പോയി പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം, എനിക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ മാതാവ് തരണം എന്നിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച്. ഞാൻ എന്നും പ്രാർത്ഥിക്കും മാതാവ് എനിക്ക് പുറത്തു പോയി പഠിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, നമുക്ക് ജോർജിയ തന്നെ നോക്കാം ഓപ്ഷൻ, പൈസ കുഴപ്പമില്ല, അമ്മയുടെ സുഹൃത്ത് പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലാഗായിരുന്നു. കൊടുത്തു കഴിഞ്ഞ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരാൻ വേണ്ടി. അത് കഴിഞ്ഞ് പകുതി ആയപ്പോൾ തന്നെ അമ്മയുടെ ഒരു പേരിൻ്റെ വ്യത്യാസം കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഇതൊന്ന് ശരിയായി കിട്ടാൻ. അത് ശരിയാകാതെ എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പം ഞാൻ അമ്മ ഇല്ലാതെ എനിക്ക് എന്തായാലും അത് ചെയ്യാനും പറ്റില്ലായിരുന്നു. അമ്മ ഇവിടെ ഇല്ലായിരുന്നു, അമ്മ പുറത്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും, മാതാവ് എനിക്ക് പോകണം, എന്തായാലും പോകണം, ഒരു ഓപ്ഷൻ കാണിച്ചു തന്നെ മാതാവ് എന്തായാലും കൈവിടത്തില്ലെന്നറിയാം. അങ്ങനെ ഇരിക്കുമ്പം എങ്ങനെ എന്തതില്ല, അത് ശരിയായി എൻ്റെ അത് കയ്യിലോട്ട് കിട്ടി. ഞാനത് കൊടുത്തു. എൻ്റെ പ്രോസസ്സിങ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ വിസയ്ക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ ഞാൻ വേണ്ടി കൊടുത്തു. അവിടെ ചെന്നപ്പോഴും ഇതുപോലെ എന്തോ ഒരു പ്രശ്നം വന്നു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ ഇവിടം വരെ എത്തിച്ചു, മാതാവിനെ എന്നെ കൈവിടരുത്, ഇതിന്ന് എനിക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. വിസയ്ക്ക് ഞാൻ കൊടുത്തു. 1 മാസം കഴിഞ്ഞു, എൻ്റെ വിസ വന്നില്ല. 2 മാസം കഴിഞ്ഞു, വന്നില്ല. 3-ാമത്തെ മാസം കഴിഞ്ഞു, വന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്ന് ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ മാത്രം വിസ എന്താ വരാത്തേന്ന്. അങ്ങനെ ഇരുന്ന് ഞാൻ ഒരു പ്രാവശ്യം കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ വിസ എനിക്ക് വേണം, എനിക്ക് അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെയിൽ വന്നു, എൻ്റെ വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഫീസ് അടയ്ക്കുന്നതിൻ്റെ കാര്യമായി കഴിഞ്ഞപ്പം നേരത്തെ പറഞ്ഞതിനേക്കാളും കോസ്റ്റ് കൂടുതലായിരുന്നു. അപ്പോഴും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എനിക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷനില്ല. ഞാൻ മാതാവിനോട് തന്നെ എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പം എന്തായാലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് പൈസ എങ്ങനെ എനിക്ക് ഒപ്പിച്ച് തരുമെന്ന് മാതാവിന് എനിക്കറിയില്ല എന്ന് പറയും. ഞാൻ കുറേ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിവിടെ വരും. ഇവിടെ എനിക്ക് ഒരുപാട് സങ്കടം വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും. ഞാൻ വൈകുന്നേരം വരെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു മാതാവ് സാക്ഷിയായിട്ട് എനിക്ക് എന്തെങ്കിലും കാണിച്ചു തരും. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് പൈസ ഇല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞ്, മാതാവ് എനിക്ക് വേറെ വഴിയില്ല, ഇത്രയും പൈസയും മുടക്കി പ്രോസസ്സിങ് ഫീസൊക്കെ ആയെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ച് പിന്നെയും പറഞ്ഞു, പൈസ ശരിയായിട്ടുണ്ട്, എന്തായാലും പോകാം എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് വിസ വന്നു കഴിഞ്ഞ് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പൈസ എൻ്റെ ഇല്ല, ഒപ്പിച്ച് വെച്ച പൈസയായിരുന്നു. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഫ്ലൈറ്റ് ക്യാൻസലായി. യുദ്ധമൊക്കെ കാരണം 6-ാം തീയതിയിലാണ് ഫ്ലൈറ്റ് എടുത്തത്, അതും ക്യാൻസലായി. 10-ാം തീയതിയിൽ തന്നെ എടുത്തു, അതും ക്യാൻസലായി. 16-ന് എടുത്തു, അതും ക്യാൻസലായി. ലാസ്റ്റ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിന് എപ്പോഴാണോ എനിക്ക് പോകാൻ പറ്റുന്ന ഒരു ഡേറ്റ് മാതാവ് എനിക്ക് തരണം, താമസിപ്പിക്കരുതെന്ന് പറഞ്ഞു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും എടുത്തു. ഓരോ ദിവസം കൂടുമ്പോൾ റേറ്റ് കൂടി വരുവാണ്. അപ്പോഴത്തേനും ആണെങ്കിൽ എൻ്റെ ചേച്ചിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേച്ചി എനിക്ക് വേറെ വഴിയില്ല, ഞാൻ മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ എൻ്റെ ഗോൾഡ് വെച്ച് തരാം, നീ ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. അന്നും എൻ്റെ റേറ്റ് കൂടുതലായിരുന്നു. പക്ഷേ എനിക്ക് ബാങ്കിൽ ചെന്നപ്പം എങ്ങനെയോ എനിക്ക് ആ പൈസ കൂട്ടി തന്നു. അവർ ടിക്കറ്റ് എടുക്കാനല്ലേ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അത്രയും ഗോൾഡ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. പൈസ കൂട്ടി തന്നു. അപ്പം തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ തന്നെ ടിക്കറ്റ് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അവരെടുത്ത് 3-4 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. അന്ന് എനിക്ക് ടിക്കറ്റ് ശരിയായി കഴിഞ്ഞു. 18-ാം തീയതി രാവിലെ 11 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഡിസബിലിറ്റീസ് ഉള്ള ഞങ്ങളുടെ അടുത്തുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ ചെന്ന് ഞാൻ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കും. പത്രം കൊടുത്ത്, സീറ്റ്സ് കൊടുത്ത്. പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പോയി, ഞാനൊരു 4-5 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ മുമ്പിൽ ആഹാരത്തിനോ രോഗത്തിനോ എന്തൊരു ആവശ്യത്തിന് പൈസയ്ക്ക് വന്നാൽ പോലും ഞാൻ അവരുടെ അടുത്ത് നിന്ന് അങ്ങനെ മാറ്റാറില്ല. എൻ്റെ കയ്യിലുള്ളതിൻ്റെ ഒരു പകുതി ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. പിന്നെ എനിക്ക് PCOD എന്നുള്ളൊരു അസുഖം ഉണ്ടായിരുന്നു. ഞാനൊരു 1 വർഷത്തോളം ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ആയുർവേദം കഴിച്ചു. എനിക്ക് അവർ കഴിക്കാൻ പറഞ്ഞിടത്തോളം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് വെയിറ്റ് കൂടി, അസുഖങ്ങളായി, ഡിപ്രഷനായി, പിന്നെ പോകുന്നതിൻ്റെ ടെൻഷനായി, വീട്ടിൽ അല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പിന്നെ റിലേറ്റീവ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് എനിക്ക് ആകെപ്പാടെ ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ്, ഞാനിന്നിവിടെ മരുന്ന് ഞാനിവിടെ നിർത്തുവാണ്, ഇനി ആ മരുന്ന് കഴിക്കില്ല. ഞാൻ മാതാവിൻ്റെ എണ്ണ എൻ്റെ വയറ്റിൽ നിന്നും പ്രാർത്ഥിച്ച് ഞാൻ പുരട്ടാൻ ഇന്ന് തുടങ്ങുവാണ്. എനിക്കടുത്ത 3 മാസം കഴിഞ്ഞ് ഒരു സ്കാനിങ് ഉണ്ട്. അത് കഴിയുമ്പോൾ മാതാവ് എങ്ങനെയാലും എനിക്ക് PCOD എനിക്ക് മാറ്റി തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ നിർബന്ധം പറഞ്ഞു. ഞാൻ എന്നും പ്രാർത്ഥിച്ച് എൻ്റെ വയറ്റിൽ തൈലം പുരട്ടും. ഞാൻ 3 മാസം കഴിഞ്ഞ് ഞാൻ സ്കാനിങ്ങിന് പോയി. അന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്നാലും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, മാതാവ് എന്തെങ്കിലും എനിക്ക് കുറച്ച് തരുന്നു. ഞാൻ മരുന്ന് കഴിക്കാറേ ഇല്ലായിരുന്നു. മരുന്ന് ഞാൻ നിർത്തിയത്, എന്നോട് ഡോക്ടർ നിർത്തരുതെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ മരുന്ന് നിർത്തിയതാണ്. ഞാൻ അവിടെ ചെന്ന് സ്കാനിങ് ചെയ്തു. ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു കുറവുണ്ട്, ഇനി മരുന്നൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ മരുന്ന് എടുത്തില്ല, ഞാൻ ഇതെല്ലാം പ്രാർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ വഴി എൻ്റെ സുഹൃത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൾ ഇസ്രായേൽ പോകാൻ ഇപ്പോൾ നിൽക്കുകയാണ്, പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾക്ക് ഇതുപോലെ വയ്യായിരുന്നു. അത് ചേച്ചി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അവർക്കും ഇപ്പോൾ രോഗശാന്തിയൊക്കെ വന്ന് ഓക്കെ ആയിട്ടുണ്ട്. ചോദിക്കും അമ്മയ്ക്കും ഒരുപാട് കോടാനുകോടി നന്ദി. എനിക്കിപ്പം ഈ ബുധനാഴ്ച രാവിലെ ഞാൻ ഫ്ലൈറ്റ് പോവാണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഈശോയുടെ അമ്മയുടെ ഒപ്പം തന്നെ നിൽക്കാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവൻ. നമുക്ക് ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു വലിയ സാധ്യതയാണ് ഉടമ്പടി പ്രാർത്ഥന എന്ന ഈ പ്രാർത്ഥനാ പ്രയോഗം. ഐശ്വര്യ എന്ന ഈ മകൾ വളരെ പ്രതിസന്ധിയിലായിരുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് വഴിമുട്ടി നിൽക്കുന്ന വലിയ സങ്കട സമയത്ത് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അവൾക്ക് തൻ്റെ വിസ റെഡിയാകാനുള്ള എല്ലാ തടസ്സങ്ങളിൽ നിന്നും അതെല്ലാം മാറ്റിത്തരണമേ എന്നുള്ളൊരു വലിയ സങ്കട പ്രാർത്ഥനയായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മകൾക്ക് മനസ്സിലായി, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഉടമ്പടി പ്രാർത്ഥന എന്നുള്ളത്. എനിക്ക് അത് തരണേ ഇത് തരണേ എന്നതിനേക്കാൾ അവൻ പറയുന്നത്, ഈശോ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് ജീവിക്കണം എന്നൊക്കെ ഈ മകൾക്ക് മനസ്സിലായി. പക്ഷെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഈ മകൾ പിച്ചവെച്ച് നടന്നുകൊണ്ട് ക്രൈസ്തവയായ ഈ മകൾ നടന്നെടുത്ത് 3 മാസത്തോളം കാത്തിരുന്ന ഈ മകൾ വളരെ സങ്കടത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് എപ്പോഴാണ് അങ്ങ് വിസ തരുന്നത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അരമണിക്കൂറിനുള്ളിൽ ആ പ്രാർത്ഥന കേട്ടതായിട്ടാണ് ഐശ്വര്യ ഇവിടെ ഏറ്റു പറയുന്നത്. വളരെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഇനി മുന്നോട്ടെങ്ങനെ, ഇതെല്ലാം പരിശുദ്ധ അമ്മയാണ് ഈ മകൾക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ക്രമീകരിച്ചു കൊടുത്തത്. ബാങ്കിലായാലും ഗോൾഡ് പണയം വയ്ക്കാനായാലും എവിടെ ചെന്നാൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ഈ മകൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതായിട്ട് ഈ മകൾക്ക് വളരെ ദൃശ്യമായി അനുഭവപ്പെടുന്ന ഒരു വലിയ പ്രാർത്ഥന അനുഭവം ഈ മകൾക്കുണ്ടായി. ഇന്ന് ഈ മകൾ വളരെ സന്തോഷത്തോടു കൂടി, നമുക്കറിയാവുന്നത് യുദ്ധഭീതിയിലുള്ള എല്ലാവരും തന്നെ എല്ലായ്പ്പോഴും എൻ്റെ മുന്നോട്ടുള്ള ഗതി എങ്ങോട്ടാണ്, എപ്പോഴാണ് എന്നെല്ലാം ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴെല്ലാം നമുക്ക് വിസയും ടിക്കറ്റും കയ്യിൽ തരുന്ന് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് റെഡിയായി ഈശോ നമ്മെ വളരെയധികം കൂടെ നടക്കുന്ന ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നൽകാൻ ഈശോ നമുക്ക് ഈ പ്രാർത്ഥനാ പദ്ധതി നൽകുമ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് ഈ പ്രാർത്ഥനാ പദ്ധതിയാണ്. ഇന്ന് ഐശ്വര്യയ്ക്ക് ഒട്ടും തന്നെ ഭയമില്ല. ഇത്രത്തോളം നയിച്ച എൻ്റെ ദൈവം
എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് അർത്ഥമുണ്ട്, മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് ഭയമില്ല, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ എൻ്റെ കൂടെയുണ്ട് എന്ന് രണ്ടുപേരെനിക്ക് പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുകയും ഈശോ എനിക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യുന്നുള്ള വലിയ ഉറപ്പ് ഈ മകൾക്കുണ്ട്. ഈ മകൾ വളരെ സന്തോഷത്തോടുകൂടി US ജോർജിയയ്ക്ക് പോകാനായി മകൾ ഒരുങ്ങി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മകളുടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളായ PCOD എല്ലാം വളരെ മരുന്ന് ഉപയോഗിക്കാതെ തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മകൾക്ക് ഡോക്ടറോട് വളരെ കോൺഫിഡൻസോടുകൂടി പറയാൻ സാധിച്ചു. ഞാൻ മരുന്ന് ഇനി കഴിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ മകൾ അങ്ങോട്ട് പറയുകയാണ്, ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല, എന്നെ സൗഖ്യപ്പെടുത്തിയത് ഈശോ ആണെന്ന് ഏറ്റു പറയാനുള്ളൊരു ചെങ്കൂറ്റമേ മകൾക്കുണ്ടായി. നമ്മുടെ എല്ലാ ജീവിതാസ്വാസ്ഥ്യങ്ങളും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിസ പ്രോസസ്സിങ്ങിൻ്റെ തടസ്സപ്പെട്ട് നിൽക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ, ജോലിയില്ലാത്ത മക്കളെ, ജീവിത പ്രതിസന്ധികൾ തടസ്സപ്പെട്ട് നിൽക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.